Dear friends, welcome to another episode of English Easy English. Today we are going to discuss some short sentences. കൊച്ചു സെന്റൻസുകൾ അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് അതിനകത്ത് വലിയ ഗ്രാമർ ഒന്നുമില്ല. അപ്പം നമുക്ക് എളുപ്പത്തിൽ പ്രയോഗിക്കാം, കേൾക്കുന്നവർക്കും എളുപ്പത്തിൽ മനസ്സിലാവും. എളുപ്പത്തിൽ പ്രയോഗിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ കോൺഫിഡൻസ് വർദ്ധിക്കും. അങ്ങനെയുള്ള സെന്റൻസുകൾ പറഞ്ഞു നമ്മളെ കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചെടുക്കുക. എങ്കിലേ നമുക്ക് സംസാരിക്കാൻ പറ്റും. വലിയ വലിയ സെന്റൻസുകളും കടിച്ചാൽ പൊട്ടാത്ത ഗ്രാമറും ഒന്നും പ്രയോഗിക്കരുത്. അത് നമുക്കും പ്രശ്നമാണ്, കേൾക്കുന്നവർക്കും പ്രശ്നമാണ്. ഓക്കെ, ലെറ്റ് us start. ഇപ്പൊ എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ലെറ്റ് us start. Come on, you can do it. വരൂ, നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയും. ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് കുറച്ച് സെന്റൻസ് കൂടെ പറഞ്ഞു നോക്കാം. അപ്പോഴേ നമ്മളുടെ ആ കൺവെർസേഷൻ മെച്ചപ്പെടും. ഐ ആം ഷുവർ യു ക്യാൻ ഡു ഇറ്റ്. എനിക്ക് ഉറപ്പുണ്ട് നിനക്കത് ചെയ്യാൻ കഴിയും. വാട്ട് എവർ ഇറ്റ് മേ ബി, അതെന്ത് തന്നെ ആയാലും, വാട്ട് എവർ ഇറ്റ് മേ ബി എന്ന് വെച്ചാൽ അതെന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഞാൻ അല്പം കൂടെ മാറ്റിയാലോ? ഇഫ് യു ഹാവ് എനി പ്രോബ്ലംസ് യു ക്യാൻ കാൾ മീ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ഇഫ് യു ഹാവ് എനി പ്രോബ്ലംസ് ഐ വിൽ ബി ദെയർ. ഞാനിവിടെ എത്തും, അല്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടാവും. ഐ വിൽ ബി വിത്ത് യു. അപ്പൊ ഇങ്ങനെ ഈ സെന്റൻസുകൾ മാറ്റി മാറ്റി പറയുക, ഓരോ അവസരത്തിലും പ്രയോഗിച്ചു തുടങ്ങും. നെക്സ്റ്റ്, ഒരു പ്ലേസ് ആണ്. പ്ലേസിന്റെ കൂടെ സാധാരണ വെർബ് ചേർത്ത് നമ്മൾ ഒരുപാട് പറയണം. അങ്ങനെ പറഞ്ഞു ശീലിക്കാം. പ്ലീസ് കം, അർത്ഥം പറയണ്ടല്ലോ. പ്ലീസ് ഗോ, പ്ലീസ് റൈറ്റ്, പ്ലീസ് റൈറ്റ് എ ലെറ്റർ ടു ഹെർ. അവർക്കൊരു ലെറ്റർ എഴുതൂ. ഓപ്പൺ, പ്ലീസ് ഓപ്പൺ ദ വിൻഡോ. ക്ലോസ്, പ്ലീസ് ക്ലോസ് ദ ഡോർ. പ്ലീസ് ക്ലോസ് ദാറ്റ് വിൻഡോ. ഇനി ബൈ, പ്ലീസ് ബൈ എ പെൻ ഫോർ മീ വെൻ യു ഗോ ടു മാർക്കറ്റ്. മാർക്കറ്റിൽ പോകുമ്പോൾ എനിക്ക് വേണ്ടി ഒരു പേന വാങ്ങിക്കൂ. പ്ലീസ് ലീവ് മീ എലോൺ. എന്നെ അല്പസമയം വെറുതെ വിടൂ. പ്ലീസ് ലീവ് എ മെസ്സേജ്. ഒരു മെസ്സേജ് അയക്കൂ. പ്ലീസ് സെൻഡ് എ മെസ്സേജ് ടു മീ വെൻ യു റീച്ച് ഹോം. നീ വീട്ടിലെത്തുമ്പോൾ എനിക്കൊരു മെസ്സേജ് അയക്കൂ. ഇതെല്ലാം നമ്മൾ സാധാരണ പറയുന്നതാണ്, നമുക്ക് എളുപ്പത്തിൽ പറയാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്. Will you help me put this luggage into my car? ഈ ലഗേജ് കാറിൽ വയ്ക്കാൻ എന്നെ സഹായിക്കാമോ? Surely. Where are you going? തീർച്ചയായും. നിങ്ങൾ എവിടെ പോകുന്നു? I have a tour program. എനിക്കൊരു ടൂർ പ്രോഗ്രാം. അടുത്തത്, ഇറ്റ് ഈസ് മൈ ടേൺ. നമ്മളുടെ ഊഴമാണ്, നമ്മളുടെ അവസരമാണ് എന്നൊക്കെ പറയാനാണ് ഈ ടേൺ എന്നുള്ള വാക്ക് വരും. ഇറ്റ് ഈസ് മൈ ടേൺ. ഇറ്റ് ഈസ് യുവർ ടേൺ, യു ക്യാൻ ഗോ ഇൻസൈഡ്. അപ്പൊ നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണ് ഡോക്ടറെ കാണാനായി. അപ്പൊ നമ്മളുടെ അവസരത്തെ നമ്മൾ പറയും ഇറ്റ് ഈസ് മൈ ടേൺ. വേറൊരുത്തിന്റെ അവസരമാണെങ്കിലോ ഇറ്റ് ഈസ് യുവർ ടേൺ, യു ക്യാൻ ഗോ ഇൻസൈഡ്. ഇനി ആരെങ്കിലും ഇടിച്ചു കയറാൻ നിന്നാലോ ഇറ്റ് ഈസ് നോട്ട് യുവർ ടേൺ, യു മസ്റ്റ് വെയിറ്റ് ഹിയർ. നിങ്ങളുടെ ടേൺ അല്ല, നിങ്ങൾ തീർച്ചയായും അവിടെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ യു ഷുഡ് വെയിറ്റ് ഹിയർ. അപ്പൊ ഇത്തി പൊളൈറ്റായി. യു മസ്റ്റ് ആകുമ്പോൾ ഇത്തി കടുപ്പമായി. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഈസിയർ ടു ഗോ ദെയർ ബൈ ട്രെയിൻ. ട്രെയിനിൽ പോകുന്നതാണ് എളുപ്പം അവിടെ. ബസ്സാണെങ്കിലോ ബൈ ബസ് എന്നാക്കുക. കാറാണെങ്കിൽ ബൈ കാർ എന്നാക്കുക. ഇനി നടന്നാണ് പോകുന്നതെങ്കിൽ ഓൺ ഫൂട്ട് എന്നാക്കുക. ബൈ ഫൂട്ട് എന്ന് പറഞ്ഞാലും തെറ്റില്ല, എന്നാൽ കോമൺ പ്രയോഗം ഓൺ ഫൂട്ടാണ്. നെക്സ്റ്റ്, ഇറ്റ് മേ റെയിൻ. മഴ പെയ്തേക്കാം. ഇറ്റ് മേ റെയിൻ, പ്ലീസ് ടേക്ക് എൻ അംബ്രല്ല, അതർവൈസ് യു മേ വെറ്റ്. അല്ലാത്ത പക്ഷം നിങ്ങൾ നനഞ്ഞേക്കാം. വെറ്റ് എന്നുള്ളതിന്റെ 3 ഫാമും വെറ്റ് 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 ആണ്. സോറി. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ടു കോൾഡ് ഔട്ട്സൈഡ്. വെളിയിൽ ഭയങ്കര തണുപ്പാണ്. സോ ഐ വുഡ് നോട്ട് ലൈക്ക് ടു ഗോ. അതുകൊണ്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നാട്ടം വിട്ടാലോ ഐ വുഡ് ലൈക്ക് ടു ഗോ. ഈ ഐ വുഡ് ലൈക്ക്, ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമ്മൾ സബ്മിഷൻ ഒക്കെ എഴുതി ഒരു ഓഫീസിൽ കൊടുക്കാൻ നേരത്തേക്ക് ഇത് നമുക്ക് പ്രയോഗിക്കാം. ഐ വുഡ് ലൈക്ക് ടു സബ്മിറ്റ് എന്നങ്ങ് തുടങ്ങാം. നല്ല പൊളൈറ്റ് ആയിട്ടുള്ള പ്രയോഗമാണ്, ഒരുപാട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ഹു വിൽ ഗോ ടു ദ മാർക്കറ്റ്? ഐ വിൽ ഗോ ടു ദ മാർക്കറ്റ്. ഹി ആണെങ്കിലോ ഹി വിൽ ഗോ ടു ദ മാർക്കറ്റ്. ദേ ആണെങ്കിലോ ദേ വിൽ ഗോ ടു ദ മാർക്കറ്റ്. ഒരുത്തനും പോകുന്നില്ലെങ്കിലോ നോൺ വിൽ ഗോ ടു ദ മാർക്കറ്റ്. മാർക്കറ്റിൽ ഒരുത്തനും പോകുന്നില്ല. ഹു ക്യാൻ ഡു ദിസ് വർക്ക്? ആർക്ക് വർക്ക് ചെയ്യാൻ കഴിയും? ഐ തിങ്ക് യു ക്യാൻ ഡു ദിസ് വർക്ക്. നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവൺ ക്യാൻ ഡു ദിസ് വർക്ക്. ആർക്കും ഈ ജോലി ചെയ്യാൻ കഴിയും. ഐ റോട്ട് ഹിം അബൌട്ട് മൈ റിസൾട്ട്.
എന്റെ റിസൾട്ടിനെ കുറിച്ച് ഞാൻ അവനെ എഴുതി. ഇനി എഴുതുമെന്നാണെങ്കിലോ, ഐ വിൽ റൈറ്റ് ഹിം അബൌട്ട് മൈ റിസൾട്ട്. എന്റെ റിസൾട്ടിനെ കുറിച്ച് അവന് ഞാൻ എഴുതും. ഹു ആർ ദേ? അവരാരാണ്? അങ്ങനെ വേണമെങ്കിൽ ആ ചോദ്യം വേറെ വിധത്തിലും ചോദിക്കാം. ഡു യു നോ ഹു ദേ ആർ എന്നും ചോദിക്കാം. ഐ ഡോണ്ട് നോ ഹു ദേ ആർ. അവരാരാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ലെറ്റ് us stop for the time being. ഇപ്പോഴത്തേക്ക് നമുക്ക് നിർത്താം. This is Srikumar signing off until meet again.